ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ഹോസ്പിറ്റലാണ്. ഡോക്ടർ ഇഷാനി അർച്ചനയുടെ റൂമിലേക്ക് വരുന്നതാണ് കാണിക്കുന്നത്. ആഹാ, അർച്ചനയ്ക്ക് ബോധം വന്നോ എന്ന് ഇഷാനി ചോദിക്കുമ്പോൾ ബോധം വന്നെന്നും കാര്യങ്ങളെല്ലാം സച്ചേട്ടൻ പറഞ്ഞെന്നും അർച്ചന പറയുന്നു. എന്നാലേ അധികം സ്ട്രെയിനൊന്നും ചെയ്യേണ്ട, ഒരു ലോങ് ജേണി തന്നെ ആയിട്ടാ ഇപ്പോൾ അർച്ചന ജീവിതത്തിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നത്. അല്ലെങ്കിലും ഞാനും മക്കളുമില്ലാതെ ഇവൾ അങ്ങോട്ടേക്ക് ചെന്നിട്ട് എന്തിനാ ഡോക്ടറെ, ഇവൾക്കവിടെ ഞങ്ങളില്ലാതെ ബോറടിക്കില്ലേ? അവസാനം ദൈവത്തിന് തന്നെ അതൊരു ബുദ്ധിമുട്ടാകും, അതാ കൊണ്ടുപോയ ജീവൻ തിരികെ കൊണ്ട് കൊടുത്തതെന്ന് തമാശ രൂപേണ പറയുകയാണ് സച്ചി. അതുമാത്രമല്ല, സച്ചിയുടെ പ്രാർത്ഥനയും ഈശ്വരൻ കേട്ട് കാണും. പിന്നെ കുഞ്ഞിനെ കുറച്ച് ദിവസം ഇൻക്യുബേറ്ററിൽ വെക്കണം. അത്രയും ദിവസം തന്നെ അർച്ചനയും ഇവിടെ കിടക്കേണ്ടി വരുമെന്ന് ഇഷാനി പറയുമ്പോൾ കുഞ്ഞിനെന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എന്ന് അർച്ചന ചോദിക്കുന്നു. കുറച്ച് ദിവസം കൂടി എല്ലാം ശരിയാകും, എന്നിട്ട് അമ്മയ്ക്കും മോൾക്കും ഒരുമിച്ച് വീട്ടിലേക്ക് പോകാമെന്ന് ഇഷാനി പറയുന്നു. തുടർന്ന് ഇഷാനി പോകാനൊരുങ്ങുമ്പോൾ അർച്ചന പറയുകയാണ്, ഡോക്ടർ, എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. സമയമാകുമ്പോൾ ഞാൻ തന്നെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കാണിക്കാം. സച്ചി ഒന്ന് എൻ്റെ കൂടെ പുറത്തേക്ക് വരാൻ പറഞ്ഞുകൊണ്ട് ഇഷാനി പുറത്തേക്ക് ഇറങ്ങി പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഇഷാനിയുടെ ക്യാബിനിലിരിക്കുന്ന സച്ചിയും സന്ധ്യയും ഇഷാനിയുമാണ്. എന്താ ഡോക്ടർ, അർച്ചനയ്ക്കോ കുഞ്ഞിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഉടനെ തന്നെ അർച്ചനയെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. പിന്നെ ബന്ധുക്കാരും റിലേറ്റീവ്സും എല്ലാവരും തന്നെ കാണാൻ വരും. അർച്ചനയ്ക്ക് ഇൻഫെക്ഷൻ ആകാൻ സാധ്യത കൂടുതലാണ്. ഇമ്മ്യൂണിറ്റി പ്രശ്നമുള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ രോഗങ്ങൾ വരാനും സാധ്യത കൂടുതലായതുകൊണ്ട് സച്ചി കൂടുതൽ ശ്രദ്ധിക്കണം. പിന്നെ ഇതൊരു ഓപ്പറേഷൻ ആയതുകൊണ്ട് തന്നെ അർച്ചനയുടെ യൂട്രസിന് ചെറിയതായ മൈനർ പ്രോബ്ലംസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ഒരു കുഞ്ഞിനെ പറ്റി കൂടി അടുത്തൊന്നും ചിന്തിക്കാനും പാടില്ലെന്ന് ഡോക്ടർ പറയുമ്പോൾ സച്ചി പറയുകയാണ്, ഡോക്ടർ, ഞങ്ങൾ ഈശ്വരനോട് ഒരു കുഞ്ഞിനെയാണ് ചോദിച്ചത്, ഞങ്ങൾക്ക് ഒരു കുഞ്ഞ് തന്നില്ലേ? കൂടാതെ ഞങ്ങൾ അഡോപ്റ്റ് ചെയ്ത കുഞ്ഞും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. 2 കുട്ടികളായില്ലേ, ഞങ്ങൾക്ക് അത് തന്നെ ധാരാളമെന്ന് സച്ചി സന്തോഷത്തോടെ പറയുന്നു. തുടർന്ന് സച്ചി റൂമിൽ നിന്നും പോകുമ്പോൾ ഇഷാനി പറയുകയാണ്, ഞാൻ ഇതുവരെ ഇങ്ങനെയുള്ള കേസൊന്നും അറ്റൻഡ് ചെയ്തിട്ടില്ലെന്നല്ല, പക്ഷേ ഇതുവരെ അമ്മയും കുഞ്ഞും ഇങ്ങനെ ഒരുമിച്ച് രക്ഷപ്പെട്ടിട്ടില്ല. എന്താണെങ്കിലും സച്ചി ഒരു ലക്കി മാൻ തന്നെയാണെന്നും ഡോക്ടർ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് സച്ചി അർച്ചനയ്ക്ക് കഞ്ഞി കൊടുക്കുന്നതാണ്. അതേസമയം തന്നെ ലച്ചു അങ്ങോട്ടേക്ക് ചെല്ലുന്നു. ആഹാ, ഇതാരാ, ലക്ഷ്മിയോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ ലക്ഷ്മി കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നെന്ന് സച്ചി പറയുന്നു. അതെ, ദൂരെ നിന്ന് ഒരു പൊടി പോലെ ഞാൻ കുഞ്ഞിനെ കണ്ടിരുന്നു. ഇത് പെരുവണ്ണാപുരത്തെ ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിലെ പ്രസാദമാണെന്ന് പറഞ്ഞുകൊണ്ട് ലച്ചു അർച്ചനയുടെ നെറ്റിയിൽ പ്രസാദം തൊട്ടു കൊടുക്കുകയാണ്. അങ്ങനെ അവരോരോന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അർച്ചനയുടെ താലി എവിടെയെന്ന് ലച്ചു ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന അർച്ചന തൻ്റെ കഴുത്തിൽ പരതുമ്പോൾ സച്ചി പറയുകയാണ്, നോക്കണ്ട, എൻ്റെ കയ്യിലുണ്ട്. അത്രയും പറഞ്ഞുകൊണ്ട് താലിമാല എടുത്ത് അർച്ചനയെ കാണിച്ചു കൊടുക്കുകയാണ് സച്ചി. ബാക്കിയുള്ളതെല്ലാം ഞാൻ കാറിൽ വെച്ചിട്ടുണ്ട്, പക്ഷേ ഇത് ഞാൻ എൻ്റെ നെഞ്ചോട് ചേർത്ത് എൻ്റെ പോക്കറ്റിനുള്ളിൽ തന്നെയാണ് ഇട്ടിരുന്നത്. എങ്കിൽ ഒരു കാര്യം ചെയ്, സച്ചിയേട്ടനത് ഇട്ട് കൊടുത്തേക്കാൻ ലച്ചു പറയുമ്പോൾ സച്ചി താലിമാല എടുത്തുകൊണ്ട് അർച്ചനയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. വേണ്ട സച്ചിയേട്ടാ, ഇപ്പം ഇതെൻ്റെ കഴുത്തിൽ ഇടണ്ട. ആ ഉണ്ണിക്കണ്ണൻ്റെ മുന്നിൽ തന്നെ വെച്ച് എൻ്റെ കഴുത്തിൽ സച്ചിയേട്ടൻ ഈ താലി ഇട്ട് തന്നാൽ മതി. അപ്പോൾ അത് തന്നെ മതി. അന്ന് എന്നെ കൂടി വിളിക്കണം, എനിക്കൊന്ന് കാണാനാണെന്ന് ലച്ചു പറയുന്നു. സച്ചിയേട്ടൻ പെരുവണ്ണാപുരത്തെ അമ്പലത്തിൽ എന്താ നേർച്ച നേർന്നതെന്ന് ലച്ചു ചോദിക്കുമ്പോൾ ഞാനൊരു ശയനപ്രദക്ഷിണമാണ് നേർന്നതെന്ന് സച്ചി പറയുന്നു. അർച്ചനയ്ക്കും കുഞ്ഞിനും ഒന്നും വരാതെ പെരുവണ്ണാപുരത്തപ്പൻ രക്ഷിച്ചില്ലേ, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ വഴിപാട് ചെയ്തു തീർക്കണമെന്ന് ലച്ചു പറയുന്നു. തുടർന്ന് അർച്ചനയോട് യാത്ര പറഞ്ഞ് ലച്ചു ഇറങ്ങുമ്പോൾ പുറകെ തന്നെ സച്ചിയും ചെല്ലുകയാണ്. പിന്നീട് കാണിക്കുന്നത് സച്ചിയും ലച്ചുവും കൂടി പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് അനൂപും മീരയും കൂടി അങ്ങോട്ടേക്ക് വരുന്നതാണ്. സച്ചിയുടെ കൂടെ ലച്ചുവിനെ കാണുമ്പോൾ മീര പറയുകയാണ്, ആ പെൺകുട്ടിയും സച്ചിയും അത്ര പന്തികേടായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുട്ടി ഏതാണെന്ന് മീര ചോദിക്കുമ്പോൾ എൻ്റെ സുഹൃത്താണെന്നും അന്ന് വളകാപ്പ് ചടങ്ങിന് വന്നിട്ടുണ്ടായിരുന്നെന്നും സച്ചി പറയുന്നു. തുടർന്ന് അനൂപും മീരയും കൊണ്ട് അർച്ചനയുടെ മുറിയിലേക്ക് പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് മീരയും അനൂപും കൂടി അർച്ചനയുടെ മുറിയിലേക്ക് ചെല്ലുന്നതാണ്. നിനക്കുള്ള കഞ്ഞിയും സച്ചിക്കുള്ള ചോറും എല്ലാം തന്നെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല അർച്ചനെ, അന്ന് വളകാപ്പ് ചടങ്ങിന് വന്ന ആ പെണ്ണല്ലേ ഇപ്പോൾ സച്ചിയുടെ കൂടെ ഇവിടുന്ന് പോയത്? അതെ, ലക്ഷ്മി എന്നെ കാണാൻ വന്നതാണെന്ന് അർച്ചന പറയുമ്പോൾ മീര പറയുകയാണ്, പക്ഷേ കണ്ടിട്ട് അങ്ങനെയൊന്നും തോന്നിയില്ല. എന്താണെങ്കിലും നീ ഒന്ന് സൂക്ഷിച്ചേക്കാൻ. മീര പറയുമ്പോൾ അവന്തികയുടെ കുത്തിത്തിരിപ്പെന്താ, നീ ഏറ്റെടുത്തിരിക്കുകയാണോ എന്ന് അനൂപ് ചോദിക്കുന്നു. തുടർന്ന് അർച്ചന പറയുകയാണ്, സച്ചിയേട്ടൻ എന്നെ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് അവളുമായിട്ട് ഇഷ്ടത്തിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ആ കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു, അമേരിക്കയിൽ സെറ്റിൽഡ് ആണ്. ഇവിടെ ഏതോ ബന്ധുവിനെ കാണാൻ വേണ്ടിയാ വന്നത്. അങ്ങനെയാണോ? എന്നാ കുഴപ്പമില്ലെന്ന് മീര പറയുന്നു. അതേസമയമാണ് സ്നേഹയും അനഘയും ആതിരയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. ആഹാ, എല്ലാവരും ഉണ്ടല്ലോ എന്ന് മീര പറയുമ്പോൾ മീരടത്തേക്ക് അർച്ചനയുടെ വിരോധമൊക്കെ മാറിയോ എന്ന് സ്നേഹ ചോദിക്കുന്നു. എൻ്റെ തെറ്റിദ്ധാരണകളെല്ലാം മാറി, ഞാൻ അർച്ചനയോട് ക്ഷമ ചോദിക്കാൻ കൂടിയാ ഇങ്ങോട്ടേക്ക് വന്നത്. തുടർന്ന് അർച്ചനയുടെ കൈ പിടിച്ചുകൊണ്ട് മീര പറയുകയാണ്, അർച്ചനെ, നീ എന്നോട് ക്ഷമിക്കണം. അവന്തിക കാരണമാ ഞാൻ അങ്ങനെയൊക്കെ നിന്നോട് പെരുമാറിയത്. അല്ല, അച്ഛൻ എന്താ വരാത്തത്? ഇപ്പോഴും എന്നോട് ദേഷ്യമാണോ എന്ന് അർച്ചന ചോദിക്കുമ്പോൾ അച്ഛന് വല്ലാത്ത കുറ്റബോധമാണെന്നും അതുകൊണ്ടാ വരാത്തതെന്നും
അനഘ പറയുമ്പോൾ നിനക്ക് സേതുവങ്കളിനെ കാണണോ എന്ന് അനൂപ് ചോദിക്കുന്നു. അനൂപേട്ട, മറ്റാരെ കണ്ടില്ലെങ്കിലും അച്ഛനെ കാണണമെന്നാണ് എനിക്ക് എൻ്റെ മനസ്സിൽ ഉണ്ടായിരുന്നത്. നീ വിഷമിക്കേണ്ട മോളെ, അങ്കിൾ എന്താണെങ്കിലും വരുമെന്ന് പറഞ്ഞ് അനൂപ് അർച്ചനയെ സമാധാനിപ്പിക്കുന്നു. പിന്നീട് കാണിക്കുന്നത് നെല്ലിശ്ശേരിയാണ്. നന്ദനും സന്ദീപും അനൂപും കൂടി സേതുവിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. അർച്ചനയെ മുറിയിലേക്ക് മാറ്റിയല്ലോ അല്ലേ എന്ന് സേതു ചോദിക്കുമ്പോൾ മുറിയിലേക്ക് മാറ്റിയെന്നും പക്ഷെ അവൾക്കൊരു വിഷമമുണ്ടെന്നും അനൂപ് പറയുന്നു. അച്ഛൻ എന്താ അർച്ചനയെ കാണാൻ ചെല്ലാത്തത്? അതിലവൾക്ക് നല്ല വിഷമമുണ്ടെന്ന് നന്ദനും പറയുന്നു. അച്ഛന് നല്ല വിഷമമുണ്ടെന്നും അത് അവൾ എന്നോട് തുറന്നു പറയുകയും ചെയ്തെന്നും അനൂപും കൂടി പറയുമ്പോൾ വിഷമത്തോടെ നിൽക്കുകയാണ് സേതു. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.